ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന ഭാവത്തിൽ 3 തവണ ഓം ചാൻഡ് ചെയ്യാം. ദീർഘമായ ശ്വാസമകത്തേക്ക്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീ ഗുരവേ നമഃ. നിറഞ്ഞ തൃപ്തിയോടെ മറ്റൊരു ദീർഘമായ ശ്വാസമകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം. അപ്പൊ നമ്മള് ഇന്നലെ എവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തി? ധർമ്മത്തെ പറ്റി പറഞ്ഞു നിർത്തി അല്ലെ? ധർമ്മം, അധർമ്മം, എന്താണിതെല്ലാം, നമ്മളെല്ലാം ചർച്ച ചെയ്തു. ധർമ്മത്തെ പറ്റിയെല്ലാം ചർച്ച ചെയ്തു. ഇവിടെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, കാരണം നമുക്ക് ഒട്ടും സമയമില്ല. അപ്പോ പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ ധർമ്മത്തെ പറ്റി കേൾക്കുമ്പോ എന്താണ് കരുതുന്നത്? അതായത് കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ധർമ്മം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഈ ധർമ്മ മീൻസ് ഏതോ ഒരു ആള് അദ്ദേഹം കണ്ടെത്തിയ കുറെ ലോസ്, കുറെ നിയമങ്ങള്, ഇങ്ങനെ ആയിരിക്കണം ധർമ്മം എന്ന് പകർന്നു നൽകിയതാണോ? അതോ ഏതെങ്കിലും ഒരു അതിബുദ്ധിമാനായ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചൊരു ആശയമാണോ ഈ ധർമ്മം? അങ്ങനെ തോന്നുന്നുണ്ട്. എസ് ഓർണോ? ഒരു മെസ്സേജ് മാത്രം. എസ് ഓർണോ ഒരു മെസ്സേജ് മാത്രം മതി. അങ്ങനെ തോന്നുന്നുണ്ടോ? എസ് ഓർണോ? വെറുതെ നമ്മുടെ ഒരു അഭിപ്രായം മാത്രം രേഖപ്പെടുത്താം. നോ. എന്തുകൊണ്ടാ നോ എന്ന് പറയാൻ തോന്നുന്നേ? എന്തുകൊണ്ടാ തോന്നുന്നുണ്ട് രചന മാഡത്തിന്? യെസ്. നോ. അതെ, നോ. ഓക്കെ, കേട്ടോളൂ. സ്പിരിച്വാലിറ്റി അല്ലെ, ആത്മീയത. ഈ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗം ആചരിക്കാൻ പറയണത്. ബിക്കോസ് ആത്മീയത എന്നാൽ മോക്ഷമാണ്, ഫ്രീഡം. ദ പാത്ത് ടു ലിബറേഷൻ ആണ് സ്പിരിച്വാലിറ്റി എന്ന് പറയണത്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ തന്നെ നമ്മളില് ഒരുപാട് കൺസ്ട്രെയിൻസ്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മളെ തന്നെ കെട്ടി വരിഞ്ഞ് മുറുക്കി നിർത്തിയിരിക്കുകയാണ്. അതാണ് ഭൗതികത. യെസ്. ആത്മീയത എന്ന് വെച്ചാൽ എന്താണ്? ഈ കെട്ടുപാടുകളൊക്കെ അങ്ങ് അടിച്ചിടുന്നതിനെയാണ് ആത്മീയത എന്ന് പറയണത്. ഓക്കെ, യെസ്. അപ്പൊ കെട്ടുപാടുകൾ വരാൻ കാരണക്കാർ ആരാണ്? അതെന്റെ മനസ്സാണ്. അപ്പൊ മനസ്സിനെ ഇല്ലായ്മ ചെയ്യാന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം. ഇതാണ് ആത്മീയത. ആൻഡ് ദിസ് ഇസ് എ ലോ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ലോയാണിത്, പ്രകൃതിയുടെ നിയമമാണത്. പ്രകൃതിയിൽ നിന്നാണ് കർമ്മയോഗം വന്നിട്ടുള്ളത്. ആത്മീയത എന്നാൽ പ്രകൃതിയോട് ലയിക്കുക എന്നുള്ളതാണെങ്കിൽ പ്രകൃതിയുടെ നിയമമാണ്, അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതാണ് കർമ്മയോഗം. ഒരിക്കലും നിങ്ങൾ കരുതരുത് ഏതൊരു ഫോറിൻ സബ്ജക്റ്റ് ആരോ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്നിലേക്ക് ഇതാ പറഞ്ഞു തരികയാണ്,
അപ്പൊ ഗീതയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലൂടെ ഇറ്റ്സ് ഇൻ ബിൽറ്റ് ഇൻ എവരിബഡീസ് മൈൻഡ്. യെസ്, ഇതാരോ ഒരു അതിബുദ്ധിമാൻ എഴുതിയാ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ബിക്കോസ് അയാൾ നിരീക്ഷിച്ചു. ആരാ എഴുതിയിട്ടുള്ളതാണെങ്കിലും അദ്ദേഹം നിരീക്ഷിച്ച് പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പ്രകൃതി സത്യമാണ് കർമ്മയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിയമമാണ് കർമ്മയോഗം. അതെങ്ങനെയാണ് സാർ ശരിയാവുക? അപ്പൊ ഈ സ്വധർമ്മം, ഈ കുലധർമ്മം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാ? പരധർമ്മത്തിൽ ചെയ്യരുത്, സ്വന്തം ധർമ്മം മാത്രമാണ്, അതാണ് ശ്രേയസ്കരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതെങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നത്? പറയാം. ഈ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെ ശ്രദ്ധിക്കുക. ഓരോ ജീവജാലങ്ങളെ ഇവർ അവരുടേതായ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് ഓർ നോ? ഒരു ആട്ടിൻകുട്ടി ഒരിക്കലും സിംഹത്തിന്റെ കർമ്മം ചെയ്യാറില്ല. എസ് ഓർ നോ? സിംഹത്തിന്റെ ധർമ്മം വേറെയാണ്, ആന അതിന്റെ ധർമ്മം വേറെയാണ്. ഓരോ ജീവജാലങ്ങളും എടുത്തോളൂ, അവർക്കൊക്കെ അവരുടേതായ ധർമ്മങ്ങളുണ്ട്. എസ് ഓർ നോ? ശരിയാണോ? ചിന്തിക്കും. നിങ്ങള് പ്രകൃതിയിലേക്ക് വരും വീണ്ടും. കാരണം പ്രകൃതിയിൽ നിന്ന് അകലുന്നതിനെയാണ് ഭൗതികത എന്ന് പറയണത്, പ്രകൃതിയിലേക്ക് ലയിക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറയണത്. അതാണ് ഭൂമിയോളം എന്ന് പറയണത്. ഭൂമി, ഓക്കെ, നേച്ചർ. യെസ് ഓർ നോ? എല്ലാവരും ഒരു ഈച്ച ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പറവയായിക്കൊള്ളട്ടെ, ഏതൊരു ജീവജാലത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. അവർ ആ ധർമ്മത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? അവർക്ക് അവരുടേതായ ആ ഒരു കർമ്മങ്ങളുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ എല്ലാവരുടെയും കർമ്മങ്ങൾ ആകെ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. എസ് ഓർ നോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളുടെയും ധർമ്മം മറ്റൊരാളുടെ ധർമ്മത്തെ കീറി കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കുന്നില്ല. ഒരു ആനയുടെ ധർമ്മം അതൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ കൂടിയും നോൺ വെജിറ്റേറിയൻ ആയ ഒരു സിംഹത്തിന്റെ ധർമ്മത്തെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ സിംഹം ഉള്ളത് കൊണ്ട് വേറെ ഒരാളുടെ ധർമ്മം നശിക്കുന്നില്ല. അവിടെ എല്ലാവരും ഈ പ്രകൃതിയിൽ ഒരുമിച്ച് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? യെസ് ഓർ നോ? യെസ്, അവരെല്ലാവരും അവരുടേതായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ദേ ആർ സപ്പോർട്ടിങ് ഈച്ച് അതർ. ശരിയാണോ? പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി, വേറെ അങ്ങോട്ട് നോക്കണ്ട. യെസ് ഓർ നോ? ജസ്റ്റ് അതാ പറഞ്ഞ നിരീക്ഷണം. യു ഹാവ് ടു ഒബ്സർവ് ചെയ്യണം. ഈ മനനം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവില്ല. ബുദ്ധിയല്ല മനനം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ബുദ്ധിയല്ല മനനം. ബുദ്ധിയെ ഇല്ലാതാക്കുന്നതാണ് മനനം. യെസ്, ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്? അതിന് പുതിയത് എപ്പോഴും വേണം. പുതിയത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഗീത കേൾക്കും, അവിടെ ഗീത കേൾക്കും, അപ്പുറത്തെ ഗീത കേൾക്കും, എല്ലായിടത്തും നമുക്ക് പോയി ഗീത കേൾക്കണം. കാരണം ഞാൻ ബുദ്ധിയിലാണ് ജീവിക്കുന്നത്, എനിക്ക് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇവിടെ കുറച്ച് വെറൈറ്റി ഉണ്ട്, അവിടെ കുറച്ച് വെറൈറ്റി ഉണ്ട്. പുതിയതാണ് ബുദ്ധിയുടെ പ്രത്യേകത. പക്ഷേ ഹൃദയത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ചേതനയുടെ പ്രത്യേകത എന്തെന്നറിയോ? റിപ്പീറ്റേഷൻ. വീണ്ടും പുനഃ വീണ്ടും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം കേട്ടുകൊണ്ട്. നോക്കൂ, വാൽമീകി അല്ലെ? വാൽമീകി എങ്ങനെയാ വാൽമീകി ആയത്? ആ ഒരു ഒറ്റ നാമം, രാമ എന്നുള്ള നാമം അല്ലെ? ആ മരം നമ്മൾ കേട്ടിട്ടുണ്ട്, ആ മരം ഈ മരം എന്ന് പറഞ്ഞു. രാമ എന്ന് നിങ്ങൾ ജപിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോയി. റിപ്പീറ്റേഷൻ ആണ്. അവിടെ പോയി വിഷ്ണു സഹസ്രനാമം ജപിക്കാനൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ ദേവി സഹസ്രനാമം ജപിക്കാനൊന്നും അല്ല പറഞ്ഞു. ഒരു ഒറ്റ വാക്ക് രാമ, അത് നിരന്തരം വീണ്ടും ഉച്ചരിച്ചോളൂ എന്നാ പറഞ്ഞത് ഋഷീശ്വരന്മാര്. എന്ത് സംഭവിച്ചു? ഏറ്റവും വലിയ അധപ്പതിച്ചൊരു മനുഷ്യൻ പോലും ഏറ്റവും വലിയ സെയിന്റായി മാറി. അദ്ദേഹത്തിൽ നിന്ന് രാമായണം വരെ വന്നു, അല്ലെ? രാമ, ആ ഒരൊറ്റ വാക്ക്, നിരന്തരം വീണ്ടും ആ ഒരു ഒറ്റ വാക്കില്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ബുദ്ധിയിൽ നിന്നും നമ്മൾ വിടൂപിക്കണം. ബുദ്ധിയിൽ നിന്ന് വിടൂപിച്ചിട്ടുള്ളൊരു മനനമുണ്ട്. ആ മനനമാണ് ഒബ്സർവേഷൻ. അവിടെ വാക്കുകൾ സംസാരിക്കില്ല, അവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. ഗുരുജി പറയും, വിസ്ഡം കംസ് ഫ്രം സൈലൻസ്. ശൂന്യതയിൽ നിന്നാണ് വിസ്ഡം വരുന്നത്. യെസ്. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോഴും മനസ്സിലെ ടർബുലൻസ്, മനസ്സിന്റെ ആ ഒരു എനിക്ക് അത് എല്ലാം ഒരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ, വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ചാഞ്ചാട്ടം, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, ഇതെല്ലാത്തിലുമാണ് കിടക്കുന്നതെങ്കിൽ അതിനർത്ഥം പുരോഗതി ഇല്ലെന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലൊരു ശൂന്യത ഉണ്ടാവുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, യു ആർ പ്രോഗ്രസിങ്. ശൂന്യത. അതാണ് കൂടെ അഡ്വാൻസ് കോഴ്സ് ചെയ്യാൻ പറയുന്നത്. ഒരു ശൂന്യത നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ആ ശൂന്യതയിലാണ് എല്ലാ നോളജുകളും വന്നിട്ടുള്ളത്. അതാണ് ഫ്രം ഡീപ് മെഡിറ്റേഷൻ ദ നോളജ് വാസ് ഡൗൺലോഡഡ് ഫ്രം ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്. യെസ്, പ്രകൃതി നിയമങ്ങളാണ്. അതാണ് പ്രകൃതി ആരാധിക്കുന്നത്. യെസ് ഓർ നോ? അതാണ്, കാരണം പ്രകൃതിയാണ് എല്ലാം നമുക്ക് നൽകുന്നത്. അപ്പൊ പ്രകൃതി ആരാധിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇത്ര വലിയ മഹത്തരമായ അറിവ് നൽകുമ്പോൾ വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. എന്ത് കൊടുത്താലും മതിയാവില്ല. അത് ഒന്ന് കൊടുക്കുന്ന ഒന്നും ഒരു പരിഹാരം പോലും ഒന്നുമല്ല അവിടെ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എന്റെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി, എന്റെ ഉള്ളിലുള്ള പ്രാർത്ഥന കൊടുക്കാൻ തിരിച്ച്. അതാണ് പ്രകൃതിയെ ആരാധിക്കുന്നത്. എല്ലാവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോന്നിനെ ആരാധിക്കുന്നുണ്ട് അല്ലെ? എല്ലാ ജീവജാലങ്ങളെയും ഏതെങ്കിലും ദേവി ദേവന്മാരുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആരാധന വരുന്നുണ്ട് ഈ കൾച്ചറിൽ. സിംഹത്തെ ആരാധിക്കുന്നുണ്ട്, ഈവൻ പാമ്പിനെ പോലും ആരാധിക്കുന്നുണ്ട്. പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ അയ്യോ ദൈവം വന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വാസുകി എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്, കടന്നു വരൂ വാസുകി എന്ന് ആരെങ്കിലും ഒരു പാമ്പിനെ വീട്ടിൽ കയറുമ്പോൾ വിളിച്ചു വരുത്താറുണ്ടോ? ഇല്ല, തല്ലിക്കൊല്ലാറേ ഉള്ളൂ. പക്ഷേ പക്ഷേ പാമ്പിനെ ആരാധിക്കുന്നു. പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളിലെയും നമ്മുടെ ഉള്ളിലുള്ള നന്ദിയെ നമ്മൾ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥനകൾ, പൂജകൾ, എവറിത്തിങ്. അപ്പൊ ഓരോ ശക്തികളുമായി ബന്ധിപ്പിച്ച് നിർത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു അറ്റാച്ച്, ഒരു ബന്ധുഭാവം നമുക്ക് തോന്നും. കാരണം ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ എന്നെ എല്ലാം നിരീക്ഷിക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ശക്തി. ആ ശക്തിയോടൊപ്പം ഓരോ ജീവജാലങ്ങളെ ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ അവയെ കാണുമ്പോൾ ഒരു ബഹുമാനം തോന്നുന്നുണ്ട്. ആ ബഹുമാനം തോന്നാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഓരോരോ ജീവജാലങ്ങളെ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. മയിലായാലും പാമ്പായാലും എലിയായാലും സിംഹമായാലും ആനയായാലും മത്സ്യമായാലും ആമയായാലും. അപ്പൊ ഇതിന്റെ പുറകിലുള്ള പൊരുള് മനസ്സിലാക്കണം. സോ ദ ലോ ഓഫ് നേച്ചർ, അതാണ് കർമ്മയോഗം. ഒരു ജീവജാലങ്ങളും എക്കോസിസ്റ്റത്തെ, പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഏർപ്പെടാറില്ല. ഒരു ക്രിയേഷൻ മാത്രം അത് ചെയ്യാറുള്ളൂ. യെസ്, അതാണ് മനുഷ്യൻ. ബാക്കി എല്ലാവരും അവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ധർമ്മത്തിന് മേൽ അവരെ കയറി കളിക്കുന്നതും ഇല്ല. ഭാരത് അത് തന്നെ. യെസ്, അത് തന്നെയാണ്. ഓക്കെ, യെസ്. പക്ഷെ മനുഷ്യൻ മാത്രം, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടൊന്ന് ആലോചിച്ചു. ആനയുടെ ധർമ്മം നിർവഹിക്കുന്നതുകൊണ്ട് പ്രകൃതിക്ക് ഒരു പ്രശ്നമില്ല, അതേസമയം വേറെ ജീവജാലങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കറിയോ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി, ഏറ്റവും വലിയ യോഗിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഏറ്റവും വലിയ യോഗി ആരാന്നറിയോ? ഏറ്റവും വലിയ യോഗി, ഏറ്റവും വലിയ കർമ്മയോഗി ആരാന്നറിയോ? തേനീച്ചയില്ലേ, തേനീച്ച, ബി. ഏറ്റവും വലിയ കർമ്മയോഗിയുടെ ഉദാഹരണമാണ് ഈ ബി എന്ന് പറയുന്നത്, തേനീച്ച. അത് എല്ലാ പൂക്കളിലും പോകുന്നുണ്ട്. ആ പൂക്കളിലെ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അത് എടുത്തുകൊണ്ട് വരുന്നത്. യെസ് ഓർ നോ? അതിന്റെ തേൻ ശേഖരിക്കുന്നു. ആ തേൻ ശേഖരിച്ച് വെക്കുന്ന മാത്രമല്ല, ആ തേൻ ഇപ്പോ നമുക്കുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ തേൻ മുഴുവൻ നമ്മൾ എടുത്തോണ്ട് പോയെന്ന് കരുതിക്കോളൂ. അതിന് കൂടുമില്ല, ഒന്നുമില്ല, അതിനെ വീണ്ടും അഴിച്ചു വിട്ടേക്കണം. കാരണം അവിടെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിക്കോളൂ. ആ ഒരു തേനീച്ച സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിക്കോളൂ. എന്നാലും അതൊരിക്കലും അതിന്റെ കർമ്മം വിടുന്നില്ല. അത് വീണ്ടും തേൻ ശേഖരിച്ചുകൊണ്ടുവരും, തേനീച്ചക്കൂട് ഉണ്ടാക്കി അതിൽ തേൻ ശേഖരിച്ചു വെക്കും. യെസ് ഓർ നോ? ശരിയാണിത് പറയുന്നൊക്കെ. അപ്പൊ ജീവിതകാലം മുഴുവനും കർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഒരു തേനീച്ച. ഇനി കേട്ടോളൂ, ഈ തേനീച്ച അതിന്റെ കർമ്മം നിർവഹിച്ചില്ലെങ്കിൽ ലോകത്തുള്ള മിക്കവാറും ഒരു 80% ജീവജാലങ്ങൾ നശിച്ചു പോകുന്ന ഈ തേനീച്ച ഇല്ലെങ്കിൽ. കാരണം തേനീച്ച ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾക്കത് അറിയാമായിരിക്കും, തേനീച്ച ഉള്ളത് കൊണ്ടാണ് പല നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ എല്ലാം ആ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. എല്ലാത്തിന്റെയും കാരണം തേനീച്ചയുടെ ഈ പരാഗണമാണ്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഈ പോകുന്ന ഈ പരാഗണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പ്രൊപ്പഗേഷൻ. അത് തന്നെ ഈ തേനീച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ ഒരു സുപ്രഭാതത്തില് തേനീച്ച എന്നുള്ള വർഗം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് കരുതിക്കോളൂ. ഒരു 80% വെജിറ്റേഷൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നുള്ളതാണ്. കാരണം ആ തേനീച്ചയുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങളാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് അറിയോ? എത്രയോ ജീവജാലങ്ങള്. യെസ്, അത്രയും ജീവജാലങ്ങള്. അപ്പൊ അത് മനുഷ്യനെ ബാധിക്കും. പക്ഷെ മനുഷ്യനെ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രകൃതി ഉന്നതിയിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ ശ്രേഷ്ഠ ജന്മം എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മനുഷ്യൻ വന്നിരിക്കുന്നത് ഈ സമസ്ത പ്രപഞ്ചത്തിന്റെ
പ്രപഞ്ചത്തിന്റെയും ഒരു മിനിയേച്ചർ ആണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഈ സയൻസിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടി കാണും, എല്ലാ ജീവജാലങ്ങളുടെയും ഒരു അംശം DNA മനുഷ്യന്റെ DNA ഉണ്ട്. ഈ മനുഷ്യന്റെ DNA നിന്ന് നമുക്ക് ഏത് ജീവജാലത്തിന്റെയും DNA കണ്ടെത്താൻ സാധിക്കും. യെസ് ഓർ നോ? കേട്ടിട്ടുണ്ടായിരിക്കില്ല അത്. സോ എവറിത്തിങ് ഈസ് എംബഡഡ് ഇൻ us. എല്ലാ ജീവജാലങ്ങളും സമസ്ത പ്രപഞ്ചവും, കാർബൺ ആയാലും നൈട്രജൻ ആണെങ്കിലും നമ്മുടെ ശരീരം അതാണല്ലോ, കാർബൺ നൈട്രജൻ മൂലകങ്ങളൊക്കെ ആണല്ലോ, ഹൈഡ്രജൻ, ഓക്സിജൻ, യെസ്, ഇതെല്ലാം പ്രപഞ്ചത്തിന്റെയാണ്. അതെല്ലാം കൂടെ വന്നിരിക്കുകയാണ്, ഒരു ശരീരമായിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത് വന്നിരിക്കുന്നത്? To observe this beautiful universe. ഈ പ്രപഞ്ചത്തെ അറിയുവാൻ. The universe is experiencing itself. അതാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചത്തെ തന്നെ നിരീക്ഷിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. അത്രയും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. ഇവിടെ മനുഷ്യന് പ്രത്യേകിച്ച് കർമ്മങ്ങളില്ല. അതറിയാം നിങ്ങൾക്ക്? പ്രത്യേകിച്ച് കർമ്മങ്ങളില്ല. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന ജീവിക്ക് ഇവിടെ കർമ്മങ്ങളില്ല. എന്നുവെച്ചാൽ മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രകൃതിക്ക് ഒന്നുമില്ല, ഈ വെജിറ്റേഷൻസിന് ഒന്നുമില്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ജന്മം? ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി ആ പരമപദത്തിൽ ലയിക്കുവാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു അപൂർവ സൗഭാഗ്യമാണ് ഓരോ മനുഷ്യ ജന്മങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും നമ്മുടെ പഴയ കർമ്മങ്ങൾ, പ്രാചീന കർമ്മ സംസ്കാരം. ഏതൊക്കെയാ പ്രാചീന കർമ്മ സംസ്കാരം? മനുഷ്യൻ വിട്ടിട്ട് മൃഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളുടെ അവരുടേതായ വാസനകൾക്ക് അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? പ്രകൃതിയെ നിരീക്ഷിച്ച് ആ പരമപദത്തിൽ ലയിക്കുന്നതിന് പകരം വീണ്ടും 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 ആ കർമ്മ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുകയാണ് ഓരോ മനുഷ്യ ജന്മങ്ങളും. So that is not the purpose of your life. മനസ്സിലാവുന്നുണ്ടോ? That is not the purpose. Okay? So അതാണ് ധർമ്മം. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ 35 വരെ പറയാൻ സാധിച്ചുള്ളൂ. 36 മുതൽ അവസാനം വരെ 43 വരെ നമുക്കിപ്പോ കേൾക്കാം. അപ്പൊ ഒന്ന് ഗീത കയ്യിലെടുത്തോളൂ, ഒരുമിച്ച് നമുക്ക് നോക്കാം. അതിനുശേഷം ആരെങ്കിലും ഒരാള് അതിന്റെ വിവർത്തനം പറഞ്ഞുകൊള്ളൂ, വാക്യാർത്ഥം പറഞ്ഞുകൊള്ളൂ. സ്ക്രീനിൽ കാണിക്കും. 36 മുതൽ 43 വരെ. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിതഃ. ശ്രീഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേന വിഹ വൈരിണം. ധൂമേനാവ്രിയത്തെ വഹ്നിർയഥാ ദർശോ മലേന ച യഥോൽപേനാവൃതോ ഗർഭസ്തഥാ തേനേദമാവൃതം. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണാ. കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ നരേന ച ഇന്ദ്രിയാണി മനോബുദ്ധിർനസ്യാധിഷ്ഠാനമുച്യത്തെ. ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ. പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഇന്ദ്രിയാണി പരാണ്യാഹുരിന്ദ്രിയേഭ്യഃ പരം മനഃ. മനസസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേഃ പരതസ്തു സഃ. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ. ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഓം തത്സദിതി. ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോऽധ്യായഃ. പറഞ്ഞോളൂ, ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ.
ജയ് ഗുരുദേവ്, ഗുഡ് ഈവനിങ് സർ. അർജുനൻ പറഞ്ഞു, വാഷ്ണേയ, ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്? ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. പുക തീരെ എന്ന പോലെയും പൊടി കണ്ണാടി എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു. ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തന്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് കാമത്തിന്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവസത്തയെ മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഭരതർഷഭ, ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. ജഡപദാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു. ആത്മാവ് ബുദ്ധിയേക്കാൾ ഉന്നതനാണ്. മഹാബാഹു, ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അധമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക. ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്. അയ്യോ, എല്ലാരെയും മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ധർമ്മത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തെ പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞു, ധർമ്മ കംസ് ഫ്രം നേച്ചർ. ഇറ്റ് ഇസ് എ ലോ ഓഫ് നേച്ചർ. കർമ്മയോഗത്തിലൂടെയാണ് സമസ്ത ജീവജാലങ്ങളും ഈ പ്രപഞ്ചവും പ്രവർത്തിച്ചു. ആ വർക്കിംഗ് നേച്ചറാണ് കർമ്മയോഗം. യെസ്, അല്ലാതെ ഒരാൾ കണ്ടെത്തി എഴുതിയാൽ നിങ്ങൾക്ക് ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നിങ്ങൾ പ്രകൃതിയിലേക്ക് നിരീക്ഷിച്ചു കഴിയുമ്പോൾ, പ്രകൃതിയോടൊപ്പം നിങ്ങൾ ജീവിക്കുമ്പോൾ, പ്രകൃതിയോടൊപ്പം ലയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങളുടെ കർമ്മം എന്താണ്, അതാണ് കർമ്മയോഗം. അതിനപ്പുറം വേറെ ഡെഫിനിഷൻ ഇല്ല കർമ്മയോഗത്തെ പറ്റിയിട്ട്. ഒരു ആനയാണെങ്കിലും അതൊരിക്കലും ഒരു സിംഹത്തിന്റെ കർമ്മം ചെയ്യുന്നില്ല. യെസ് ഓർ നോ? സിംഹം ഒരിക്കലും ആനയുടെ കർമ്മവും ചെയ്യുന്നില്ല. യെസ്, എല്ലാവരും അവരുടെ സ്വധർമ്മത്തിലാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? യെസ് ഓർ നോ? ആ സ്വധർമ്മത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പരസ്പരം എന്താണ്, ആ ഒരു വെജിറ്റേഷനെ, ആ ഒരു നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെതിരെയായിട്ട് അവർ ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നില്ല. കറക്റ്റ് ആണോ? ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അപ്പൊ ഈ പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത നോളജ് ആണ് കർമ്മയോഗം. അവിടെയാണ് ധർമ്മത്തിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ എപ്പോഴാണോ പ്രകൃതിയുടെ ഓർഡർ, എന്ത് കർമ്മയോഗമാണ് പ്രകൃതിയുടെ ഓർഡർ, ആ ഓർഡറിന് വിപരീതമായി നമ്മൾ പ്രവർത്തിക്കുന്നു, ഇൻഓർഡറിൽ പ്രവർത്തിക്കുന്നു, അപ്പൊ കർമ്മഫലങ്ങൾ എല്ലാം കൂടെ വരും. ദിസ് ഇസ് ലോ ഓഫ് നേച്ചർ. എനർജിയാണ്. എനർജി ഒരിക്കലും അവിടെ ഇന്നയാള് ഇന്ന സ്ഥാനത്തുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്നയാള് സ്ത്രീയാണ് പുരുഷനാണ്, അവിടെ ഒരു വേർതിരിവും ഇല്ല കർമ്മങ്ങൾക്ക്. അത് എനർജിയാണ്, ഊർജമാണ്. ഊർജം വരിക തന്നെ ചെയ്യും. യു അട്രാക്ട് എനർജി, യു അട്രാക്ട്. അപ്പൊ എന്താണ് അട്രാക്ട് ചെയ്യുന്നത്? ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും. ഇഷ്ടങ്ങളെയും അട്രാക്ട് ചെയ്യും, അനിഷ്ടങ്ങളെയും അട്രാക്ട് ചെയ്യും. കാരണം എന്താണ്? ഇഷ്ടമായാലും അനിഷ്ടമായാലും, സുഖമായാലും ദുഃഖമായാലും, വെറുപ്പായാലും സ്നേഹമായാലും, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇംപ്രഷൻസ് മനസ്സിൽ അധികം അഗാധമായ ഒരു എന്താ പറയാ, അത് അത്രയും ഉറയ്ക്കുന്നുണ്ട് മനസ്സിൽ. വെറുപ്പാണെങ്കിലും നമ്മൾ അയാളെ പറ്റി ഓർത്തോണ്ടിരിക്കും, സ്നേഹമാണെങ്കിലും അയാളെ പറ്റി ഓർത്തോണ്ടിരിക്കും.
വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്ത് സംഭവിക്കുന്നു? വി അട്രാക്ട് പീപ്പിൾസ് ആൻഡ് സിറ്റുവേഷൻസ്, വി അട്രാക്ട്. ആ ഒരു അട്രാക്ഷൻ സംഭവിക്കരുത്. കാരണം അതിന്റെ അർത്ഥം നിങ്ങൾ കർമ്മഫലങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നുള്ള മോചനമാണ് എന്ത് പറയുന്നത്? കർമ്മയോഗം. അതാണ് കർമ്മയോഗം. അതെ അതെ അതെ. ആ ഒരു മരം, അതന്നെ, ഒരു മരത്തിന്റെ ഉപയോഗം പോലും ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരത്തിനില്ല. ആകെക്കൂടെയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെല്ലാം നിരീക്ഷിക്കാനുള്ള ഒരു അവബോധം നമുക്കുണ്ട്. അതാണ് പറയുന്നത് പ്രൈം ഡ്യൂട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രൈം പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷണമാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ. നിരീക്ഷണം, പ്രകൃതിയുള്ള നിരീക്ഷണം. അവിടെ വണ്ടർ സംഭവിക്കും. ആ വണ്ടറിൽ മനസ്സിൽ ശൂന്യത ഉണ്ടാവും. ആ ശൂന്യതയില് നോളജ് വരും. നോളജ് ഡോൺസ് ഫ്രം സൈലൻസ്. അതാണ് മെഡിറ്റേഷൻ ഇത്രയും പ്രാധാന്യമുള്ളത്. പിന്നെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഹൃദയത്തിനുണ്ടാകുന്ന ചേഞ്ചസ്, ഫിസിക്കലി ഉണ്ടാകുന്ന ബെനിഫിറ്റ്, അതെല്ലാം ഭൗതികമാണ്. പക്ഷെ സ്പിരിച്വലി വളരെ വലിയ ഒരു തലമാണ് മെഡിറ്റേഷൻ ഉള്ളത്. കാരണം യു ആർ ഡൈവിങ് ഇൻ ടു ദ സൈലൻസ്. ആ മൗനത്തിലേക്ക് നിങ്ങൾ ആഴത്തിലേക്ക് ഊളി ഇറങ്ങുകയാണ്, ഡൈവ് ചെയ്യുകയാണ്. അവിടെ നോളജ് വരും. അവിടെ നോളജ് വരുള്ളൂ. അവിടെ നോളജ് വരുള്ളൂ. സോ ഇത് ഭഗവാൻ പറയാണ് അർജുനോട്, ധർമ്മത്തെ പറ്റിയും സ്വധർമ്മം അനുഷ്ഠിക്കൂ അർജുന. സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് വിഘടനമാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും വിഘടനം ഉണ്ടാക്കും. അതാണ് അധർമ്മം. ഇപ്പൊ സെൽഫിഷ് അല്ലാത്ത കാര്യങ്ങൾ അത് ഉറപ്പായിട്ടും ടുഗദർനെസ് ഉണ്ടാക്കും. അതാണ് ധർമ്മം. എന്ന് വെച്ചാൽ ഈഗോയിൽ അധിഷ്ഠിതമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വിഘടനം സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ പോട്ടെ, ഇപ്പൊ മറ്റൊരാളുടെ ഒരു പ്രവർത്തനം എടുത്തുകൊള്ളൂ. അയാളുടെ ധർമ്മത്തിൽ, അതായത് അയാൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവാം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ യൂസ് ചെയ്യാണ് സെൽഫിഷ് ആയിട്ട്. ആ സെൽഫിഷ് ആയിട്ടുള്ള അയാളുടെ ഇന്റൻഷന്റെ പുറത്ത് അയാൾ ഒരു ടുഗദർനെസ് കൊണ്ട് കുറച്ച് ആൾക്കാരെ കൂട്ടി അയാളുടേതായ ഒരു സംഭവം കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ യൂസ് ചെയ്യാണ്. യെസ്. അപ്പൊ അതാണ് പറയണത്, ആ ഒരു ധർമ്മത്തിൽ പോകുന്നതിനേക്കാളും നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കൂ. ഒരു ആനയും ഒരു സിംഹത്തേക്കെന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അതാ പറഞ്ഞ ആത്മീയത, സ്പിരിച്വാലിറ്റി ഈസ് നത്തിങ് ഡിഫറെന്റ് ഫ്രം ദ നേച്ചർ. പ്രകൃതിയിൽ നിന്ന് ഒരു വിഭിന്നമല്ല. അതാണ് പ്രകൃതി ഈശ്വരനായിട്ട് കാണുന്നത്. കാരണം അവിടെ നിന്നാണ് അറിവ് വരുന്നത്, ഈ പ്രകൃതിയിൽ നിന്നിട്ട്. പ്രകൃതി ഈശ്വരൻ തന്നെയാണ്. അല്ലാതെ ബാക്കിയെല്ലാം ഈവൻ ഈ ഗ്രന്ഥങ്ങൾ, ഇപ്പൊ ഭഗവത്ഗീതയാണെങ്കിൽ എല്ലാം, ലോകത്തുള്ള എല്ലാ ഭഗവത്ഗീതയും നശിച്ചു പോയി എന്ന് കരുതിക്കോളൂ. എന്നാലും ബുദ്ധിയുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ കർമ്മയോഗം അയാൾക്ക് എഴുതാൻ സാധിക്കും. വീണ്ടും ഈ ജ്ഞാനയോഗം സംഭവിക്കും. കാരണം ദിസ് ഇസ് എംപെഡഡ് ഇൻ യു. ഇതാണ് നിങ്ങൾ. അതാണ് ഇത് എറ്റേണൽ എന്ന് പറയുന്നത്. ഇതിന് നാശമില്ല എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരിക്കലും നശിപ്പിക്കാൻ പോലും സാധിക്കില്ല. കാരണം എന്താണ്? പ്രകൃതിയാണിത്. പ്രകൃതിയെ വാക്കുകളാക്കിയാൽ, ആ പ്രകൃതിയുടെ നിയമത്തെ വാക്കുകളാക്കിയാൽ അതിനെ കർമ്മയോഗം എന്ന് പറയും. പ്രകൃതിയുടെ അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു അറിവിനെ വാക്കുകളാക്കിയാൽ അതിനെ സാഖ്യയോഗം എന്ന് പറയുന്നു. പ്രകൃതിയാണ്. എവറിത്തിങ് ഈസ് പ്രകൃതി ഹിയർ. ആ ബ്രഹ്മ. യെസ്. അപ്പൊ അർജുനനോട് ഭഗവാൻ അധർമ്മത്തെ പറ്റിയും ധർമ്മത്തെ പറ്റിയും എല്ലാം പറഞ്ഞപ്പോ അർജുനന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഈ കർമ്മയോഗത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ധർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തി, പക്ഷെ എന്നാലും അദ്ദേഹത്തിൽ പാപങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ബിക്കോസ് ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി. നോ, ഞാൻ ഡ്യൂട്ടിന് ചെയ്യുന്നുണ്ട്, ഞാൻ എന്റെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ എന്റെ ധർമ്മത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്നിലേക്ക് പാപങ്ങൾ വരുന്നുണ്ട്. കാരണം ലോകത്തുള്ള ഒരാളിലും അധർമ്മമാണ് ചെയ്യുന്നത് കരുതിയിട്ടല്ല ചെയ്യുന്നത്. നോ, അവർക്ക് അവരുടേതായ ശരികളും അവരുടേതായ തെറ്റുകളുമുണ്ട്. അപ്പൊ അവരാരും അവരുടെ തെറ്റുകൾ ചെയ്യും. ഈവൻ തീവ്രവാദികളാണെങ്കിലും അവർ തെറ്റുകൾ ചെയ്യുന്നില്ല. അവർ തെറ്റുകളല്ല ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ശരികളുടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരെ ഫോളോ ചെയ്യുന്നത്. ആ ശരികൾ ലോകത്തിന് മുഴുവനും തിന്മ പ്രവർത്തിക്കുന്നു മാത്രമല്ല, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശരിയാണ്. അപ്പൊ ധർമ്മത്തിൽ ജീവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പോലും പാപങ്ങൾ വരാതിരിക്കുന്നില്ല. സോ എന്താണ് ആ പാപത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിൽ നമ്മൾ പോയാലും ഹു ക്രിയേറ്റ്സ് പാപ? വീണ്ടും ആ ഒരു
നമ്മൾ അറിയാതെ തന്നെ എങ്ങനെയാണ് അധർമ്മത്തിലേക്ക് പോകുന്നത്? അർജുനൻ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് ഭഗവാനോട് ചോദിക്കുന്നത്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. അതിലേക്ക് വരുമ്പോൾ ഒരു കഥ ഞാൻ പറയാം. ഒരു ഒരു പുരാണ കഥയുണ്ട്. പുരാണ കഥയില് ഒരു ഋഷി വര്യൻ. ആ ഋഷി വര്യന് 2 ഭാര്യമാരുണ്ട്. ഈ 2 ഭാര്യമാർക്കും മക്കൾ ഉണ്ടാവാറായി. 2 പേർക്കും മക്കൾ ഉണ്ടാവാറായി. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരാൾക്ക് ഡീമൺസ്, അതായത് അസുരന്മാരുണ്ടാവും. മറ്റേ ഭാര്യയുടെ ഉണ്ടാവുന്ന കുട്ടികൾ ദേവന്മാരുമായിരിക്കും. ഒരാളിൽ നിന്ന് വരുന്നത് അസുരന്മാരും മറ്റേയാളിൽ നിന്ന് വരുന്നത് ദേവന്മാരുമായിരിക്കും എന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. അപ്പോ ഇത് ഇദ്ദേഹം കേട്ടു, ഋഷിവരൻ കേട്ടു. അപ്പൊ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല, കാരണം അതൊരു ആ ഒരു പ്രകൃതിയുമായിട്ടുള്ള കണക്ഷനിൽ കേട്ടതാണ് അതിന്റെ കാര്യം. അങ്ങനെ 2 പേർക്കും കുട്ടികൾ ഉണ്ടാവുകയാണ്. 2 ഭാര്യമാരിലും കുറച്ച് കുട്ടികൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവരുടെ പഠനമെല്ലാം കഴിഞ്ഞു. ഇവരൊക്കെ നല്ല പുത്രന്മാരാണ് കേട്ടോ. എല്ലാവരും 2 ഭാര്യമാരോട് നല്ല പുത്രന്മാരാണ്. ഈ പുത്രന്മാര് അവരുടെ പഠിപ്പെല്ലാം കഴിഞ്ഞപ്പോ അവര് അച്ഛനടുത്ത് വരികയാണ്. അച്ഛനോട് ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളുടെ പഠിപ്പെല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ എന്താണ് ലോകത്തിന് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോ ഈ ഋഷിവരൻ പറയുന്ന ഒരു മറുപടി എന്ന് വെച്ചാൽ ദാ 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 എന്ന് പറഞ്ഞത്. ദാ 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 എന്ന് പറഞ്ഞ്. അപ്പോ ഈ അസുര ഗുണമുള്ള കുട്ടികൾ അവരത് കേട്ടത് ദമ എന്നാണ് കേട്ടത്. ദമ മീൻസ് ടു കൺട്രോൾ, നിയന്ത്രിക്കണം. അപ്പൊ ദേ തിങ്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കണം, ആ നിയന്ത്രണമാണ് ഞാൻ ചെയ്യേണ്ടത്. സുരഗുണമുള്ളവർ, അതായത് ദേവന്മാരായിട്ടുള്ള പുത്രന്മാര്, അവരതിനെ കേട്ടത് ദാന എന്നാണ് കേട്ടത്. ദാന എന്ന് വെച്ചാൽ ടു ഗീവ്, കൊടുക്കണം. സോ എന്റെ പ്രപഞ്ചത്തിലെ ഈ ഒരു ലോകത്തിലെ പർപ്പസ് എന്താണ്? ദാനമാണ്, ടു ഗീവ് ആണ്, കൊടുക്കുക എന്നതാണ്. അങ്ങനെ ഇവർ ഭൂമിയിലേക്ക് വരികയാണ്. ഇതാണ് കഥ, ഇത്രയുള്ള കഥ. ഇത് 2 കാര്യങ്ങളുണ്ട്. വീണ്ടും നമ്മൾ പഴയ കർമ്മയോഗത്തിലെ ബാക്കിയായ ഒരു എനർജി, ഊർജ്ജ തലത്തിലേക്ക് വരികയാണ്. ആ ഒരു അസുര ഗുണമുള്ളവർ കേൾക്കുന്നത് പോലും ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മളൊരു മാരുതി കാറ് വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചുവന്ന മാരുതി കാറാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ മാരുതി കാർ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നിടത്തെല്ലാം ആ ചുവന്ന മാരുതി കാറ് കാണും. ഇപ്പൊ ഇവൻ ടിവിയിൽ പോലും പരസ്യം കാണും പെട്ടെന്ന് തന്നെ. എല്ലാ ടിവികളിലും ഏത് ചാനൽ വെച്ചാലും ചുവന്ന മാരുതി കാറാക്കി നിങ്ങളുടെ കണ്ണിൽ ഉടക്കാൻ പോകുന്നത്. എവിടെ നോക്കിയാലും ചുവന്ന മാരുതി കാർ പോകുന്നത് കാണാം. അപ്പൊ നിങ്ങൾ ഓർക്കും, ഇത്രയും മാരുതി കാർ ഇവിടെ ഉണ്ടായിരുന്നോ, ചുവന്ന മാരുതി കാർ? യെസ് ഓർ നോ? സോ അതാണ് ഗുണം. ആ ഗുണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുകയുള്ളൂ. സോ ഈ ഋഷിവരൻ പറഞ്ഞത് ദാ 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 എന്നാണ്. പക്ഷെ അസുര ഗുണമുള്ളവർ കേട്ടത് എന്താണ്? ദമ. ദമ മീൻസ് ടു കൺട്രോൾ. ആ ഒരു ദേവന്മാരോ ദാന എന്ന് കേട്ടു. അതാണ് വാസന എന്ന് പറയണത്. ഓക്കെ, സോ അതോടെ നിൽക്കട്ടെ. ഈ കൺട്രോൾ, ഇതാണ് ഏറ്റവും വലിയ ശത്രു. നമ്മുടെ എല്ലാവരുടെ ശത്രു എന്ന് പറയണത് എന്താണ്? കൺട്രോൾ. കുറിച്ച് പറയും, നമ്മളെല്ലാവരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹം വെച്ചിട്ടാണ്. ഇറ്റ് ഇസ് ദ ബേസിക് ഇൻഗ്രീഡിയന്റ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ കരുതുന്ന ഒരു ചെക്കനും ഒരു പെണ്ണും, യെസ്, അവര് തമ്മിലുള്ള സ്നേഹം അല്ല, ആ സ്നേഹം അല്ല. അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമുള്ള സ്നേഹം, അതും അല്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സ്നേഹം. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ സമസ്ത ജീവജാലങ്ങളുടെയും ഒരു DNA ഒരു ഭാഗം നിങ്ങളിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അത്ര ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. എല്ലാം നിങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ആ ഉൾക്കൊള്ളിച്ച് നിർത്തിയിരിക്കുന്നതിനെയാണ് എന്താണ്? സ്നേഹം. കാരണം എല്ലാം നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. യെസ് ഓർ നോ? എപ്പോഴാണ് ഒരു കാര്യം നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്? എപ്പോഴാണ് അടങ്ങിയിരിക്കുന്നത്? സ്നേഹമുള്ളപ്പോൾ. അവിടെ വെറുപ്പുള്ളപ്പോൾ എപ്പോഴും വിഘടനമായിരിക്കും. ടുഗദർനെസ് എന്താണ് കൊണ്ടുവരുന്നത്? ടുഗദർനെസ് എപ്പോഴും ഒരു സ്നേഹമാണ് എപ്പോഴും ഒരു ബന്ധുത്വം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. യെസ് ഓർ നോ? ടുഗദർനെസ്. അപ്പൊ ഈ സമസ്ത ജീവജാലങ്ങളുടെ DNA ഒരു അംശം എന്നിലുണ്ടെങ്കിൽ അതിനർത്ഥം അവ എല്ലാമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്നല്ലേ? ആ ബന്ധത്തെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു ആസ്പെക്റ്റിലാണ് സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്നേഹത്താലാണ് നമ്മൾ ഓരോരുത്തരും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്നേഹത്താലാണ് നമ്മൾ ഓരോരുത്തരും ധർമ്മം ചെയ്യുന്നത്. എല്ലാവരുടെയും ധർമ്മം ആ സ്നേഹത്തിലാണ്, അല്ലെ? ഇപ്പൊ സ്വധർമ്മം ഞാൻ അനുഷ്ഠിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് എന്റെ ശരീരത്തെയും ഞാൻ എന്ന എക്സിസ്റ്റൻസ് എനിക്ക് അത്രയും സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ഞാൻ സ്വന്തം ധർമ്മം നിർവഹിക്കുന്നു. യെസ്, നമ്മൾ സാധന ചെയ്യുന്നു, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. യെസ്, കറക്റ്റ്. കാരണം നിങ്ങൾക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. സ്വർണ്ണോ സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ധർമ്മം അനുഷ്ഠിക്കുന്നു. സമൂഹത്തോട് എന്താണ്? സമൂഹത്തോട് നമുക്കൊരു സ്നേഹമുണ്ട് അല്ലേ? സ്നേഹമുണ്ട്. ആ സ്നേഹമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ധർമ്മം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. ആ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്. സോ സ്നേഹമാണ് ദ ബേസിക് ഇൻഗ്രീഡിയന്റ്. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഈ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ അറിയാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്നേഹം കൂടിക്കഴിയുമ്പോൾ, ഒരു കുട്ടിയോടാണെങ്കിൽ പോലും, സ്വന്തം മകനോടാണെങ്കിലും മകളോടാണെങ്കിലും അതിയായ സ്നേഹത്തിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ തോന്നും. സ്നേഹം കൊണ്ടാണ്, പക്ഷെ കൺട്രോൾ, ഈ കൺട്രോൾ ആണ് ദമ എന്ന് പറയുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്നറിയോ? സ്നേഹത്താലുള്ള കൺട്രോൾ വരുമ്പോൾ അതിനെ കാമം എന്ന് പറയും. ദ ഗ്രേറ്റസ്റ്റ് എനിമി, ഗ്രേറ്റസ്റ്റ് എനിമി കാമ. ഇതിനെ അഗ്നി എന്നാ പറയാ, അഗ്നി, കാമ. ആ കാമം വന്നു കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്നറിയോ? കണ്ടീഷൻസ് വരും, കണ്ടീഷൻസ്. യെസ് ഓർ നോ? കണ്ടീഷൻ വരും. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ പോകണം കാര്യങ്ങള്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടണം ഇന്ന വ്യക്തിയിൽ നിന്ന്. പക്ഷെ ബേസിക് എലമെന്റ് എന്താണ്? സ്നേഹം. ആ സ്നേഹത്തിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എന്നിൽ വന്നു ചേർന്നൊരു ഗുണമാണ് കാമം. ഒരു നിയന്ത്രണം വരും അവിടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇപ്പോ നമ്മുടെ ഒരു സ്ഥാപനമായിക്കൊള്ളട്ടെ, ആ സ്ഥാപനത്തിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ശത്രു കയറി വരും. എന്ത്? എനിക്ക് നിയന്ത്രണം എന്നുള്ള ബോധം, കൺട്രോൾ ചെയ്യണം എനിക്ക്. വേറൊന്നിനുമല്ല, എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് മാത്രം, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യണം. അത് കാമമാണ്, കാമം. ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഇവിടെ. അത് സ്വന്തം കുട്ടികളോടായാലും വീട്ടുകാരോടായാലും. വീട്ടിലാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആ സ്നേഹത്തിൽ നിന്നൊരു കൺട്രോൾ വരും. ഈ കൺട്രോൾ വരുമ്പോ യു ആർ എക്സ്പെക്ടിങ് സംതിങ് ഇൻ റിട്ടേൺ. എന്തോ ഒന്ന് എക്സ്പെക്ട് ചെയ്യും നിങ്ങൾ. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇന്ന സാഹചര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ന കർമ്മത്തിൽ നിന്ന്, ഇന്ന ബിസിനസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യത്തിലാവും. അത് പിന്നെ പകയായി മാറും. അത് പിന്നെ വൈരാഗ്യമായിട്ട് മാറും. അല്ലെങ്കിൽ സ്വയം പഴിക്കുവാൻ തുടങ്ങും. ഇതിന്റെയൊക്കെ ബേസിക് കാരണം എന്താണ്? കാമം. ഇത് അറിയാൻ പറ്റില്ലെന്നാ പറയണത്. കാരണം സ്നേഹം വരുമ്പോഴേ, യെസ്, നമ്മളെ ധർമ്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നെങ്കിലും സ്നേഹത്താൽ ഇങ്ങനെ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്നാ പറയണത്. അതായത് ഒരു ഇതിൽ തന്നെ, ഗീതയിൽ തന്നെ പറയണ പോലെ, ഒരു അഗ്നിയെ പുക ആവരണം ചെയ്തിരിക്കുന്നത് പോലെ, കുറച്ച് ഉദാഹരണങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഈ കാമം നമ്മളെ ആവരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ജീവാത്മാവിനെ ആവരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, വീണ്ടും പുറകിലേക്ക് വരികയാണ്. ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ. ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ് നിങ്ങളെ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. കറക്റ്റ് ആണോ? ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. യെസ് ഓർ നോ? അതാണ് ഈ കാമം എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് എനിമി. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടായിരിക്കാം, ഒരു വ്യക്തിയോട് ഇഷ്ടം ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു റിസൾട്ട്, അയാളിൽ നിന്ന് ഇന്ന പോലെ എനിക്ക് കിട്ടണം, ഇന്നത് പോലെയുള്ള സാഹചര്യങ്ങൾക്ക് കിട്ടണം, ഇന്ന വാക്കുകൾ ആ വ്യക്തി എന്നോട് എപ്പോഴും പറയണം. കണ്ടീഷൻസ് വെക്കുകയാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുകളിൽ സ്നേഹമുണ്ട്, കൺട്രോൾ വന്നു. കൺട്രോൾ വേണം എന്നുള്ളൊരു ആഗ്രഹം വരികയാണ്, കാമം വരികയാണ്. അപ്പൊ യു ആർ എക്സ്പെക്ടിങ് സംതിങ്, അത് കിട്ടിയില്ല. അപ്പൊ പ്രശ്നമായി, ടെൻഷനായി, വിഷമായി, ഡിപ്രഷനായി, അവസാനം ഡിവോഴ്സായി. യു ആർ ഡിമാൻഡിങ്. കറക്റ്റ്. പോട്ടെ, സാഹചര്യമായിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, രാഷ്ട്രീയം എടുത്തോളൂ. രാഷ്ട്രീയം, എല്ലാ കർമ്മങ്ങളിലും ഉണ്ട് ഈ കൺട്രോൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം. നിങ്ങൾ കുറച്ച് സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് കരുതുക. സ്ഥാനമാനങ്ങൾ കിട്ടിയ ആ രാഷ്ട്രീയ പാർട്ടിയിൽ കുറച്ച് കഴിയുമ്പോ ആ കൺട്രോൾ ചെയ്യണം എന്നുള്ള നേച്ചർ ഉള്ളിൽ വരികയാണ്. കാരണം ഇഷ്ടം കൊണ്ടാണ്, ആ പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കാമം വന്നുകൂടെ. എന്ത് സംഭവിക്കുന്നു? എങ്ങനെയാണെങ്കിലും എനിക്ക്
ഇവരെയൊക്കെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ എന്റെ കൈപ്പിടിയിൽ എനിക്ക് എല്ലാം ഒതുക്കണം. കൺട്രോൾ. ഇത് ഭൗതികതയെ മാത്രല്ല, സ്പിരിച്വാലിറ്റിയിലുണ്ട് ഈ കൺട്രോൾ ചെയ്യാൻ. അതാണ് പറഞ്ഞേ, എത്ര വലിയ സമുന്നതനായ ആത്മാവാണെങ്കിലും, എത്ര വലിയ വാസനകൾ ഇല്ലാത്ത ആത്മാവാണെങ്കിലും, ഈ കാമം അതറിയാതെ തന്നെ അത് തന്നെയാണ് അർച്ചനാജി പറഞ്ഞത്. ഒരാള് അവിടെ കൺട്രോൾ ചെയ്യാൻ പോവും, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ വേറൊന്നുമില്ല. ഒരാൾക്ക് മറ്റൊരാളെ മേൽ കൺട്രോൾ വേണം. അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യും. ആ ഡിമാൻഡ് കിട്ടാതെ ആകുമ്പോൾ പ്രശ്നമായി, കയ്യിൽ നിന്ന് പോകും. കാരണം വി ആർ എക്സ്പെക്ടിങ്, അല്ലേ? എസ് ഓർ നോ? വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഇൻ റിട്ടേൺ. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നായാലും ഭർത്താവ് ഭാര്യയിൽ നിന്നായാലും സംതിങ് ഈസ് എക്സ്പെക്ടിങ്. കാരണം അപ്പുറത്തെ വീട്ടില് ഈ സ്നേഹം എനിക്ക് അപ്പുറത്തെ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്, ഇവിടെ എനിക്കിത് കിട്ടുന്നില്ല. സ്നേഹം മാത്രമല്ല, നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും പറയാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വർണ്ണോ സോ യു ആർ എക്സ്പെക്ടിങ്. ആ എക്സ്പെക്ടേഷൻ എവിടെ നിന്ന് വരുന്നത്? കാമത്തിൽ നിന്ന്. ഈ കാമം എന്ന വാക്കിനെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാമം ആ വാക്കല്ല. കാരണം ഇതാണ് ഈ സംസ്കൃതത്തിന്റെ പ്രത്യേകത, മൾട്ടി ഡയമെൻഷണൽ ആണ്. ഓരോ വാക്കിനും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ പഠിക്കാവുള്ളൂ എന്ന് പറയുന്നത്. വെറുതെ ലിറ്ററൽ മീനിങ്, വാക്കിന്റെ അർത്ഥം മാത്രം നിങ്ങൾ ഗീതയെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തീരും. കാരണം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് ഒക്കെ എടുത്തവന്മാരാണ് ഇപ്പൊ ഈ ഭഗവത്ഗീതനൊക്കെ അങ്ങോട്ട് വിമർശിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് തലത്തിലാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? a+b² ഈക്വൽ ടു a² + 2ab+b² എന്നുള്ള സൂത്രവാക്യം, അത് ഇംഗ്ലീഷ് ഭാഷയിലൂടെ നിങ്ങൾ അതിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല, നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതിനെ മാത്തമാറ്റിക്കലായിട്ട് നോക്കിയാൽ മാത്രമേ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാവുള്ളൂ. എന്നതുപോലെയാണ് ഈ കാമം എന്ന് പറയുന്നത്. എന്താണ് ഈ കാമം? ദമ, കൺട്രോൾ. ഈ കൺട്രോൾ വരുമ്പോൾ അത് കാമമായിട്ട് ഭവിക്കും. എന്ത് സംഭവിക്കും? അഗ്നി എന്നാ പറയാ, അഗ്നി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേഷ്യം വരുമ്പോൾ, പക വരുമ്പോൾ, വൈരാഗ്യം വരുമ്പോൾ ശരീരം അങ്ങോട്ട് ചൂടാവുകയാണ്. അങ്ങ് തിളക്കുകയാണ് ശരീരം മുഴുവനും. ആ അഗ്നിയില് സത്യം പറഞ്ഞാല് നമ്മൾ ഓർക്കും, നമ്മൾ അയാൾക്കെതിരെ പറഞ്ഞ് അയാളെ നോവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് തുറന്ന പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എരിയുന്ന ആരാന്നറിയോ? ഞാനാണ് എരിയുന്നത്. ഞാനത് എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? സോ ദ ഗ്രേറ്റസ്റ്റ് എനിമി ഇസ് കാമം. അതിൽ നിന്നും മോചനം നേടണം. അതായത് അവബോധത്തോടു കൂടി പ്രവർത്തിക്കണം. എവിടെയെങ്കിലും എനിക്കൊരു കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ബോധം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, എത്ര വലിയ സ്നേഹബന്ധങ്ങൾ ആയിക്കൊള്ളട്ടെ, ഇഫ് യു ആർ ഡിമാൻഡിങ് ലവ് ഓർ ഇഫ് യു ആർ ഡിമാൻഡിങ് സംതിങ് ഇൻ റിട്ടേൺ, കാമമാണ്. നിങ്ങൾ എത്ര വലിയ സന്യാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര വലിയ അമ്മയായിക്കൊള്ളട്ടെ, എത്ര വലിയ അച്ഛനും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്വന്തം മക്കളെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആയിക്കൊള്ളട്ടെ, ബട്ട് ഇഫ് യു ആർ ഡിമാൻഡിങ് ഓർ കൺട്രോളിങ്, ദാറ്റ് ഇസ് കാമ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? കാരണം ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ്, ഓരോ ജീവാത്മാക്കളാണ്. ഓരോരുത്തരും അവരുടേതായ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ജീവിത കാലചക്രത്തില് നിങ്ങൾ ഒരുമിക്കപ്പെട്ടു. നിങ്ങളുടെ കർമ്മബന്ധങ്ങൾ കൊണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിക്കപ്പെട്ടിരിക്കുകയാണ്. യെസ്. ആൻഡ് ദെൻ നമ്മൾ എന്താ ചിന്തിക്കുക? അയാൾ എനിക്ക് കൺട്രോൾ ചെയ്യണം. അയാൾ ചിന്തിക്കുകയാണ് തിരിച്ചിങ്ങോട്ട് കൺട്രോൾ ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഡിമാൻഡുകള്. നെവർ. ഈ സമചിത്തത കർമ്മയോഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യു ആർ ഫ്രീ, ഹീസ് ഓൾസോ ഫ്രീ. ആൻഡ് എന്താണ്? മക്കളെ കൺട്രോൾ ചെയ്യാണ്ട് പറ്റുമല്ലോ. ഈ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഈ പല ആൾക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ മലയാളീസിന് പ്രശ്നമുള്ളത്, അവര് കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ അവർക്ക് എനിക്കറിയാം നിനക്ക് എന്താണ് വേണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കഴിവുകളെല്ലാം നശിപ്പിച്ചു കൊടുത്തിട്ട് നീ ഇത് മാത്രം, നീ ഡോക്ടറായാൽ മതി, നിന്റെ അച്ഛനും നിന്റെ അമ്മയും ഡോക്ടറാണ്, അപ്പൊ ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഡോക്ടർ തന്നെ പോയാൽ മതി. അവൻ ചിലപ്പോൾ നല്ല ചിത്രരചന വരയ്ക്കുന്ന ഒരാളായിരിക്കും, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കും. അവന്റെ വാസനകളൊക്കെ നശിപ്പിച്ചിട്ട് അവന് ഡോക്ടറാക്കാൻ വിടും. അവൻ ഡോക്ടറെ ചിലപ്പോൾ പഠിച്ച് പണത്തിലൊക്കെ കൊടുത്തു എങ്ങനെ കായ് കിട്ടുമായിരിക്കും. എന്ത് സംഭവിക്കും? അവന്റെ ജീവിതം നശിച്ചു തീരുകയാണ്. സോ ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ലസ്റ്റ് ആണത്, കാമമാണത്. ആ കൺട്രോൾ എന്ന് പറയണത് ചിന്തിക്കാൻ, ലെറ്റ് ഇറ്റ് ബി ഫ്രീ. ഫ്രീ ആക്കുക. ദ റൈറ്റ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിച്ചുകൊള്ളൂ. സീ, നത്തിങ് ഈസ് ഹിയർ ഇൻ കൺട്രോൾ. അത് എത്ര വലിയ ബന്ധത്തിലുള്ള ആളുമായിക്കൊള്ളട്ടെ, നത്തിങ് ഈസ് ഇൻ ഹിയർ ഇൻ കൺട്രോൾ. ഷാരൂഖ് ഖാന്റെ അവസ്ഥ നോക്കിക്കോളൂ.
അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോ ഇവിടെ ജയിലിൽ കിടക്കുകയാണ് അല്ലേ? എത്ര വലിയ ഗംഭീരമായിട്ട് വളർന്നു വന്ന സാഹചര്യത്തിലുള്ള ആളാണ്. പണത്തിന് മുട്ടുണ്ടായിട്ടുണ്ടാവില്ല, പ്രശസ്തിക്കോ അതിനൊന്നും മുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ലസ്റ്റ്, ഈ കാമം എന്നുള്ള സംഭവം, കാമത്തിന്റെ മൾട്ടി ഡയമെൻഷണൽ മീനിങ് ആണ് ഞാൻ പറയണേ. അത് മനസ്സിലാക്കിയോളൂ. കാമം നിങ്ങൾ ഒരിക്കലും ഒരു 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 റിലേഷനിലെ കാമമായിട്ട് കാണരുത്. അതല്ല കാമ. ഇറ്റ് ഇസ് ദമ, കൺട്രോൾ. കാരണം കാമത്തിലാണ് കൺട്രോൾ വരുന്നത്. അപ്പൊ എന്താണോ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഏത് ബന്ധത്തെയാണോ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, സോ കൺട്രോൾ മീൻസ് ദർ ഇസ് സം ഡിമാൻഡ്. തെറ്റ് തെറ്റാണെന്നൊക്കെ പറയണം. ഇത് KYC പ്രോഗ്രാം അല്ലല്ലോ. തെറ്റ് തരണൊക്കെ പറയണം, അതൊക്കെ പറയണം. യെസ്. കുട്ടികളെ എന്ന് വെച്ചാൽ വളർത്തണ്ടെന്നല്ല പറയണേ കേട്ടോ. അത് മനസ്സിലാക്കൂ. ഇതാണ് പറഞ്ഞത്, നമ്മൾ ആ ഒരു തലത്തിൽ ഇതൊന്നും കാണരുത്. കുട്ടികളെ അവരുടേതായ രീതിയിലൊക്കെ വളർത്തണം. പക്ഷെ അവർക്ക് തീരുമാനങ്ങളും അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുത്ത് വേണം വളർത്താൻ. മനസ്സിലാവുന്നുണ്ടോ? ആ ഫ്രീഡം വരണമെങ്കിൽ നത്തിങ് ഈസ് ഹിയർ ഇൻ കൺട്രോൾ എന്നുള്ള ബോധം ഉണ്ടായാൽ മാത്രം മതി. ആ ഫ്രീഡം വരുമ്പോ തന്നെ സ്നേഹം സംഭവിച്ചോളൂ. അല്ലാതെ നമ്മളൊക്കെ കരുതും ഞാനൊക്കെ ഇങ്ങനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇവനൊക്കെ അങ്ങ് ശരിയാക്കി വരുള്ളൂ. അപ്പൊ ചിന്തിച്ചു നോക്കിയാൽ മതി, ഞാൻ എങ്ങനെയാ വളർന്നു, ഇപ്പൊ ഞാൻ എവിടെയും ചിന്തിച്ചാൽ മതി. നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്തിട്ടായിരിക്കും വളർത്തിയിരിക്കുന്നത്. പക്ഷെ എന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുക. അപ്പൊ കൺട്രോളിലാണോ ശരിക്കും പറഞ്ഞ ജീവിതം ഇരിക്കുന്നത്? നെവർ. എന്തൊക്കെയോ യോഗം കൊണ്ട് ഇപ്പൊ ഈ ക്ലാസ് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ ആരുടെയൊക്കെ കൺട്രോളിലായിരുന്നു. ഒരു പക്ഷെ എന്റെ അച്ഛനും അമ്മയെന്നായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഭർത്താവിൻ്റെതായിരിക്കാം. കൺട്രോളിലായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? സോ കൺട്രോൾ, ലെസ്റ്റ്, കാമ. അത് തന്നെ. ഇറ്റ്സ് ഓൾ അബൌട്ട് നേച്ചർ. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. നമ്മൾ വിവക്ഷിക്കും, നമ്മൾ കാണുന്ന എവിടെയാണ്? ഈഗോ എന്ന തലത്തിലാണ്. അതാ പറഞ്ഞേ, ഈ കർമ്മയോഗം ഓരോ ശ്ലോകങ്ങൾ ഇങ്ങനെ കേറി 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 മുകളിലേക്ക് വരുവാണേ. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസവും ഞാൻ ഡിഫറെന്റ് കാര്യങ്ങളല്ല പറയുന്നത്. അതാണ് ഓരോ ദിവസം മനനം ചെയ്യാൻ പറയുന്നത്. ആ മനനത്തിൽ നിന്നാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. യെസ്. അങ്ങനെ വന്നാൽ മാത്രമാണ് ഈ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതല്ല. കാരണം ആ വികസിതമായ മനോഭാവം ഉണ്ടാവണം, ഇഷ്ടാനിഷ്ടങ്ങൾക്കും അപ്പുറത്ത് നിൽക്കാൻ ഉണ്ടാവണം. അതന്നെ, ബൈ ട്രൈ ടു കൺട്രോൾ. അതാ പറഞ്ഞത്, ഈ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. കാരണം അവരെല്ലാം അവരുടെ ധർമ്മം അനുഷ്ഠിക്കുകയാണ്. ഇപ്പോ സ്വന്തം മകന്റെ കാര്യത്തിലാണെങ്കിലും മകളുടെ കാര്യത്തിലാണെങ്കിലും ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? കുടുംബത്തോടുള്ള ധർമ്മം. ആ ധർമ്മത്തിന്റെ അധിഷ്ഠാനം എന്താണ്? സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഡിമാൻഡ് വരും അവിടെ. കാരണം ഇപ്പൊ പറയാറുണ്ടല്ലേ വലുതാക്കാരടാ, ഞാൻ നിന്നെ എത്ര കൊല്ലം നോക്കിയതാടാ, നിനക്ക് തിരിച്ച് ഡിമാൻഡ് ചെയ്യും നമ്മള്. ഇനി പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ട്? ഒരുപാട് വലിയൊരു ടോപ്പിക് ആണെന്നെങ്കിലും ഇത് നിങ്ങൾ സ്വയം മനനം ചെയ്ത് കണ്ടെത്തിക്കൊള്ളൂ. ഡിമാൻഡ് വരും അവിടെ. ഏതൊരു റിലേഷൻ ആണോ ഡിമാൻഡ് വരുന്നത്, അത് കാമമാണ്. ആ കാമം നമ്മൾ കരുതും നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ മറ്റേ ആളാണ് ദ്രോഹിക്കാൻ നോക്കണമെന്ന് കരുതും. യഥാർത്ഥത്തില് അത് എരിച്ചു കളയുന്നത് നമ്മളെ മാത്രമാണ്. നമ്മളാണ് എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത്. സോ എത്ര വലിയ ജീവാത്മാവാണെങ്കിലും, എത്ര വലിയ വാസനകൾ ഇല്ലാതായിട്ടുള്ള വ്യക്തിയാണെങ്കിലും, അയാൾ അറിയാതെ തന്നെ അയാളിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് ഈ കാമത്തിന്. അതുകൊണ്ടാണ് ഗ്രേറ്റസ്റ്റ് എനിമി എന്ന് പറയണത്. അപ്പൊ അർജുനോടുള്ള ആ ഉത്തരം മനസ്സിലായോ? ആ ഗ്രേറ്റസ്റ്റ് എനിമി ഭഗവാൻ പറയാണ്. ഭഗവാനാ പറയണത് കാമം ഏറ്റവും വലിയ ദുഷ്ടനാണെന്നുള്ളത്, ഏറ്റവും വലിയ എനിമിയാണെന്നുള്ളത്. അതിനപ്പുറം വേറൊരു എവിഡൻസ് അല്ലെങ്കിൽ വേറൊരു വാക്ക് ആരിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടത്? സോ അതിന്റെ പിടിയിൽ പെടാതെ ഇരിക്കണം. അപ്പൊ എങ്ങനെയാണ് സാർ ഇതൊക്കെ എന്റെ പിടിയിൽ പെടാണ്ടിരിക്കുക? മനനം, ഒബ്സർവേഷൻ, നിരീക്ഷണം. ഓരോ വാക്കുകളെയും നിരീക്ഷിച്ചുകൊണ്ട് വേണം പറയുവാൻ വേണ്ടിയിട്ട്. വികാരങ്ങൾക്കടിമപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യരുത്. വികാരങ്ങൾക്കടിമപ്പെട്ട് വാക്കുകൾ പറയരുത്. ഇതാണ് ഒരു കാര്യം പറയുമ്പോ ഒരു 2 വട്ടം 3 വട്ടം ഒക്കെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ സ്പിരിച്വൽ മീനിങ് മനസ്സിലാക്കുക. എന്റെ വികാരമാണോ ഇവിടെ സംസാരിക്കുന്നത്? എന്റെ മനസ്സിപ്പോൾ എങ്ങനെയാണ്? എന്റെ മനസ്സ് സുഖത്തിലോ ദുഃഖത്തിലോ കിടന്നിട്ടാണോ ഈ വാക്കുകൾ ചെയ്യുന്നത്? ചിലപ്പോൾ പെട്ടെന്ന് ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ചങ്ങ് പോവും. പെട്ടെന്നുള്ള വികാര വിക്ഷോഭമാണ്. പിന്നെ അവിടെ തന്നെ അങ്ങ് പെട്ട് കിടക്കും. കാരണം എന്താണ്? ഞാൻ അങ്ങ് വിട്ടുപോയി, ഇനി കയറാൻ പറ്റില്ല. ഇനി വന്നു കഴിഞ്ഞാൽ കയറുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിക്കുകയാണ്, അതെനിക്ക് ആഗ്രഹമുണ്ട്, മനസ്സിൽ പറയാണ് ആഗ്രഹമുണ്ട്, പക്ഷെ ഇനി എങ്ങനെ പറയാ അവരോട്? കുറച്ചു കാലം അങ്ങനെയൊക്കെ പറയണം ഓർത്ത് പറയണ്ടെന്ന് കരുതിയിരിക്കും. കാരണം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഈഗോ പറയും വേണ്ട, പറയണ്ട, അത് വിട്ടോണ്ടാ പോട്ടെ, ഒരു ഗ്രൂപ്പല്ലേ, ഇനിയിപ്പോ എന്താണ്, വേറെ എത്ര ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? എത്രയോ ഗ്രൂപ്പ് ഉണ്ട്, എത്രയോ ഗീത ക്ലാസ് ഉണ്ട്, എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്. എന്നാ പിന്നെ അവിടെ പോയി ഇരുന്നേക്കാം. എന്താ സംഭവിക്കുന്നത്? സ്വയം നശിക്കുകയാണ്.
ആ സീത, അതെ അതെ അത് തന്നെ സീതാരാമന്റെ. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും അവിടെ എല്ലാവർക്കും വരെ ശത്രുവാണ് കാമം. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഓരോ പ്രവർത്തനങ്ങളെയും ഓരോ വാക്കുകളെയും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒബ്സർവിങ് എന്ന് പറയുന്ന ഡിവൈൻ ക്വാളിറ്റിയാണ്. അതിലേക്ക് എത്തണമെങ്കിലാണ് ഈ മനനം ചെയ്യാൻ പറയുന്നത്. അതാണ് ഓരോ ദിവസവും നമ്മൾ മനനം ചെയ്യണം. ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്, എന്റെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു, എന്റെ ഒരു വാക്കുകൊണ്ട് ഒരാൾ എനിക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതോ എന്റെ ഒരു വാക്കുകൊണ്ട് ഞാൻ ഒരാളെ ഡീഗ്രേഡ് ആണോ ചെയ്തിട്ടുള്ളത്? ഇതെല്ലാം നിരീക്ഷിക്കുക. അപ്പൊ യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ഇംപ്രൂവ്. വെറുതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പുറകെ പഴി പറഞ്ഞിരിക്കില്ല. ഓരോ ദിവസവും ഓരോ അവസരങ്ങളാണ് എനിക്ക് തന്നെ മെച്ചപ്പെടാൻ, അല്ലാതെ മറ്റുള്ളവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമ്മൾ കരുതും മറ്റുള്ളവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്റെ മകനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, എന്റെ മകളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം. യെസ്, ചിന്തിക്കും നമ്മള്. അല്ല, ഓരോ ദിവസവും നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളാണ് നമ്മളെ തന്നെ മെച്ചപ്പെടുത്തുവാൻ. ഞാൻ മെച്ചപ്പെടുന്നതിലൂടെ എന്റെ ലോകവും മെച്ചപ്പെട്ടോളും. അല്ലാതെ ലോകത്തെ മെച്ചപ്പെടുന്ന രീതിയിൽ അയ്യോ സാറേ ഞാൻ കുറെ നാളായി പറയണം അവര് സേവ ചെയ്യുന്നില്ല സാർ, ഞാൻ ഒരുപാട് വിളിക്കുന്നുണ്ട് സേവ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അവര് ഫോൺ എടുക്കുന്നത് സാർ, ഞാൻ എന്താണ് സാർ ചെയ്യണേ? വേണ്ട, അവരെ മെച്ചപ്പെടുത്താൻ പോകണ്ട, സ്വയം മെച്ചപ്പെട്ടാൽ മതി. ആ സ്വയം മെച്ചപ്പെടുന്നതില് ചുറ്റുമുള്ളതെല്ലാം മെച്ചപ്പെട്ടോളും. അപ്പൊ സ്വയം പഴി പറയുക, ഇതെല്ലാം കർമ്മഫലങ്ങൾ കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പഴി പറയുന്നത്. സമചിത്തത, ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ വേൾഡ്. ഗുരുജി ഈ കർമ്മയോഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അദ്ദേഹം പറയാണ്, ആക്ച്വലി കർമ്മ എന്ന് പറയുന്നത് പോലും മായയാണ്. മായയാണ്. നത്തിങ് ഇസ് ദേർ. കർമ്മം എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത് വെറും മായ മാത്രമാണ്. നമ്മുടെ കാഴ്ചപ്പാടിന്റെയാണ്. നമ്മൾ കരുതും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം ഉണ്ടെന്ന് നമ്മൾ തന്നെ കരുതിയിരിക്കുന്നതാണ്. നമ്മുടെ പെർസ്പെക്റ്റീവിന്റെയാണ് ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. അദ്ദേഹം പറയാണ്, ഒരു റോട്ടിലൂടെ കാർ ഓടിച്ചു പോകുമ്പോ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ദൂരം മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. യെസ് ഓർ നോ? അതേസമയം നിങ്ങളൊരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ബഹിരാകാശത്ത് നിന്ന് നിങ്ങൾ ആ റോഡിൽ കാണുമ്പോ ആ റോഡിന്റെ മുഴുവനും പാതകൾ കാണാൻ സാധിക്കും, അല്ലെ? യെസ് ഓർ നോ? എന്നതുപോലെ ഈ ജീവിതം എന്ന് പറയണത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന സത്യം എന്ന് പറയണത് പാസ്റ്റിനും പ്രസന്റിനും ഫ്യൂച്ചറിനും അതീതമാണ്. ആൻഡ് യു ആർ എറ്റേണൽ. നിങ്ങൾക്ക് മരണമില്ല. ഈ ഒരു സത്യം മനസ്സിലാക്കൂ അർജുന. യു ആർ നോട്ട് ബോൺ ആൻഡ് യു വിൽ നെവർ ഡൈ. നീ ജനിച്ചിട്ടുമില്ല, നീ മരിച്ചിട്ടുമില്ല. പിന്നെ ഈ ശരീരം എന്താണ്? ഈ ശരീരത്തിലെ അവബോധം എന്താണ്? ഇറ്റ്സ് ഹിയർ ടു വാച്ച്, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയെ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ. സുഖങ്ങളിൽ ദുഃഖങ്ങളിൽ ഞാൻ പെടുന്നില്ല, ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ പെടുന്നില്ല. എന്നിൽ കാമം വരുമ്പോൾ എനിക്കതിനെ നിരീക്ഷിച്ച് അതിനെ അടക്കുവാൻ സാധിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം, ഐ ആം ഡിമാൻഡിങ് സംതിങ് ഓർ ഐ ആം കൺട്രോളിങ് സംതിങ്. സോ ഞാൻ അതിനെ ഇല്ലാതെയാക്കുന്നു. എന്ത് ഞാൻ ചെയ്യണം? നിരന്തരം സാധന ചെയ്യണം, നിരന്തരം സത്സംഗങ്ങളിൽ ഇരിക്കണം, നിരന്തരം സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം, സമൂഹധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വിത്തൗട്ട് സെൽഫിഷ്നെസ് ആൻഡ് ഫോർ ടുഗദർനെസ്. അതാണ് കർമ്മയോഗത്തെ സേവയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആൻഡ് അറിയുക, ഈ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ പോലും അത് ഈശ്വരേച്ഛയായി തന്നെ സംഭവിക്കുന്നതാണെന്നുള്ള ബോധം ഉള്ളിൽ ഉറയ്ക്കും. ബിക്കോസ് ഹിയർ യു ആർ നോട്ട് ദ ഡൂവർ. ഞാനല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നത്, ഞാനല്ല ഇതൊന്നും പറയുന്നത്, ഞാനല്ല ഇതൊന്നും കേൾക്കുന്നത് എന്നൊരു തലത്തിലേക്ക് ഉയരും. അവിടെ കംപ്ലീറ്റ് സറണ്ടർ സംഭവിക്കും, പൂർണ്ണ സമർപ്പണം. അർജുനൻ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ഭഗവാനെ കർമ്മം മായയാവുന്നത്? ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ
അതാണ് 4-ാം അധ്യായം. അതീന്ദ്രിയ ജ്ഞാനം, ജ്ഞാനയോഗ. കർമ്മയോഗം അവസാനിക്കുന്നു. ദെൻ 4-ാമത്തെ അധ്യായം ജ്ഞാനയോഗത്തിലേക്ക് കടക്കുന്നു. യെസ്. അപ്പോ കർമ്മയോഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിരീക്ഷണം ഒരു ചെറിയൊരു പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. പ്രോസസ്സ് അല്ല, ഒരു ചെറിയൊരു കാര്യം. നിങ്ങള് കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് ബുക്ക് എടുത്തോളൂ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടാൽ മതി ഈ കാര്യം. നമ്മുടെ ജീവിതത്തില് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, ആ ചെയ്യുന്ന പ്രവൃത്തികളെ ഒന്ന് എഴുതി വെക്കുക. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എഴുതി വെക്കുക. ആ ചെയ്യുന്ന പ്രവൃത്തികളില് എവിടെയെങ്കിലും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടോ, എവിടെയെങ്കിലും ഞാൻ സെൽഫിഷ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിക്കുക ഓരോ കർമ്മത്തിലും. പിന്നെ അതിനെങ്ങനെ എനിക്ക് ഒരു സെൽഫിഷ് അല്ലാത്ത രീതിയിലേക്ക് എനിക്ക് എങ്ങനെ അതിനെ പ്രവർത്തിക്കാൻ സാധിക്കും, ഇതെല്ലാം ഒന്ന് സ്വയം ഒന്ന് ഉത്തരം കണ്ടെത്തി വെക്കുക ഓരോ കാര്യത്തിലും. അതായത് കൺട്രോൾ ഇല്ലാതെ, ആ ലസ്റ്റ്, കാമമില്ലാതെ, ലസ്റ്റ് അല്ല കാമ, അതാണ് വാക്ക്, കാമമില്ലാതെ എനിക്ക് എങ്ങനെ ഒരു പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും, സ്വയം കണ്ടെത്തുക. കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് അതിന്റെ ഉത്തരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഉത്തരം സ്വയം കണ്ടെത്തുക. എന്നിട്ട് ആ ഉത്തരത്തിൽ അധിഷ്ഠിതമായിട്ട് ആ ഒരു കർമ്മത്തെ ചെയ്യുക. അപ്പൊ ഓരോ കർമ്മങ്ങൾ എഴുതി വെച്ചിട്ട് അതിനെ നിരീക്ഷിക്കുക, അതിന്റെ സ്വഭാവം എന്താണെന്ന്. ഈ കാര്യം ഞാൻ ചെയ്യുന്ന ഇഷ്ടത്തിലാണോ, അനിഷ്ടത്തിലാണോ, അല്ലെങ്കിൽ കാമത്തിലാണോ, ഇതെല്ലാം കണ്ടെത്തി വെക്കുക. ദെൻ ഡു ഇറ്റ് വിത്തൗട്ട് കാമ, വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, ബട്ട് യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി 100%. 100% കർമ്മം ചെയ്യുകയാണ്. ഓക്കെ, ആ പ്രോസസ്സ് ചെയ്യുക. യെസ്. അപ്പൊ കർമ്മയോഗം ഇവിടെ അവസാനിക്കുന്നു. സോ ലെറ്റ്സ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് വെക്കാം. കണ്ണടച്ച് വെക്കൂ. ഒരു ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. ശ്രീ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ പൂർണ്ണ സമർപ്പണം. Relax more and more. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Shanti Shanti Shanti. ദീർഘമായ ശ്വാസം അകത്തേക്ക്, പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക്. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്. കർമ്മയോഗം നമ്മൾ അത്രയും വിശദമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അജ്ഞാനത്തിലൂടെ
മനനം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനനം ചെയ്യുക. രാവിലെ സാധനയ്ക്ക് കാണാം. അപ്പൊ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധികളും സ്നേഹവും ആരോഗ്യവും ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളോടൊപ്പം ജയ ഗുരുദേവ്. രാവിലെ കാണാം. ജയ ഗുരുദേവ്.